ഈ വാതിലിൽ വേറെ ആരും മുട്ടാൻ? ഞാൻ തന്നെയാ മനു. വാതിൽ തുറക്ക. എന്തിനാ? ഇതെന്ത് ചോദ്യം? നമുക്കിടയിൽ എന്തിനാ ഒരു മറ? നമുക്കെന്തെങ്കിലും സംസാരിച്ചിരിക്കാം. തുറക്ക് തുറക്ക് തുറക്ക്. എനിക്ക് ഉറക്കം വരുന്നു മനു. ഞാൻ കിടന്നു കഴിഞ്ഞതാ. നമുക്ക് നാളെ സംസാരിക്കാം. അപ്പൊ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനാ. ഉറക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. ദേ ഞാൻ 10 വരെ എണ്ണും. അതിനു മുമ്പ് തുറന്നിരിക്കണം. ദേ ഞാൻ എണ്ണാൻ തുടങ്ങുന്നു. 1 2 3 4 5 6 7 അതിലേ വന്ന കൊച്ചു കള്ളി. നീ ഇവിടെ? വെൽക്കം. താങ്ക് യു. ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെ ഞാനും ഉണ്ടളിയാ. ആദ്യം ബാലുവേട്ടനോട് താങ്ക്സ് പറ. എന്തിന്? ഇത് ബാലുവേട്ടന്റെ ഐഡിയ അല്ലേ മനുവേട്ടൻ ഒരു സർപ്രൈസ് തരാൻ? ഓ, നിന്റെ ഐഡിയ ആയിരുന്നല്ലേ? താങ്ക്സ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ടല്ലേ അളിയന് രഞ്ജുവിനെ അറിയിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചു. ഏതായാലും ഹെൽപ്പ് വളരെ നന്നായി. അപ്പൊ എല്ലാം പക്കയല്ലേ? ഇനിയിപ്പൊ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ എന്റെ റൂം ഒന്ന് ശരിയാക്കട്ടെ. ഹാവ് എ നൈസ് ടൈം അളിയാ. വളരെ ഹാപ്പിയാ ഹാപ്പിയാ. ഓക്കേ. ഇതുകൂടെ വെച്ച കേട്ടോ. പൂവർ അളിയൻ. നല്ല സ്ഥലം, എനിക്കിഷ്ടമായി. അതെ, നമ്മുടെ ഹണിമൂൺ ഇവിടെ വരായിരുന്നു അല്ലേ മനുവേട്ട? കറക്റ്റ്. ഞാനും അതിനെപ്പറ്റി ആലോചിച്ചു. ഒന്നും ചോദിച്ചില്ലല്ലോ. എവിടെ നമ്മുടെ ഹണിമൂൺ കപ്പിൾസ്? ആര്? കിച്ചു അഖിലേയും. ഓ, നമ്മുടെ കിച്ചു അഖിലേയും. അവരവരെ മുറി കാണാം. നമുക്ക് പോയി കാണാം. വേണ്ട വേണ്ട. അതെന്താ? നീ എന്തായി പറയുന്നത്? നമ്മൾ അങ്ങോട്ട് എന്ന് കാണാനോ? നമ്മുടെ ശമ്പളം പറ്റുന്നവർ ഇങ്ങോട്ട് വന്നല്ലേ കാണേണ്ടത്? അതിന് ഞാൻ വന്നത് അവർ അറിഞ്ഞിരിക്കില്ലല്ലോ. രാവിലെ അറിയുമല്ലോ. അത് പോരാ, എനിക്ക് ഇപ്പൊ കാണണം. മനുവേട്ടനെ ഞെട്ടിച്ച പോലെ എനിക്ക് അവരെ ഒന്ന് ഞെട്ടിക്കണം. മനുവേട്ടനല്ലേ എപ്പോഴും പറയാറ് കിച്ചു സ്വന്തം അനിയനെ പോലെയാണെന്ന്. എന്നിട്ട് ഇപ്പൊ മാത്രം എന്താ ഒരു ശമ്പളക്കാരനായത്? അതല്ല, എന്നാൽ ഈ രാത്രി അവരെ ബുദ്ധിമുട്ടിക്കണ്ട. അതൊന്നും സാരമില്ല. അവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. മനുവേട്ടൻ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. ഏതാ മുറി? അത് വേണ്ട, ഞാനിവിടെ വരാം. പക്ഷെ ഈ വേഷത്തിൽ വേണ്ട. യാത്ര ചെയ്ത് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരും. അത് കറക്റ്റ്. ഞാനിപ്പോ അതല്ല ബാത്റൂം, അതാണ് ബാത്റൂം. ഇത് വേറെ മുറിയാ. മുറിയോ? കിച്ചുവിന്റെ മുറി. കിച്ചന്റെ മുറിയോ? ഇത്ര അടുത്തോ? അത് നന്നായി. 2 കപ്പിൾസ് എടുത്ത്. ഓക്കെ, ഒരു 5 മിനിറ്റ്. ഓക്കെ. എന്റെ അടിമുടി നിറഞ്ഞപ്പോ നെഞ്ചിലൊരു പുല്ലേ പുല്ലേ. നീ എപ്പ ഇതിന്റെ അകത്ത് കയറി? ഞാൻ എപ്പോഴേ കയറി. ഫോൺ അടിക്കുന്നു, നീ പോയി എടുക്ക്. നീ പോയി എടുക്ക്. ഞാനൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടിട്ടില്ലെന്ന്. അങ്ങനെ നിനക്ക് പോയി എടുത്തൂടെ? എന്നാ അവിടെ കിടന്ന് അവിടെ കിടന്നടിക്കട്ടെ. പക്ഷെ അടിയുടെ താളം കേട്ടിട്ട് അഖിലയാണോന്നൊരു സംശയം. ആണോ? ഈ കഴുത എവിടെ പോയി കിടക്കുന്നു? സുഗന്ധം. ഹലോ, നീ അവിടെ എന്തെടുക്കുവാ? ചെവി കേട്ടൂടെ നിനക്ക്? അപ്പൊ മനസ്സാറായിരുന്നോ? എന്താ സാർ? നീ വേഗം അഖിലയുടെ മുറിയിലോട്ട് ചെല്ല്. എന്തിനാ സാർ? ഇട രഞ്ജു, ആ പണ്ടാരക്കാരൻ ബാലുവും കൂടെ വന്നിട്ടുണ്ട്. അവക്കിപ്പൊ നിന്നെ അഖിലെ ഒരുമിച്ച് കാണണമെന്ന്. നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ആ കൂടെ കുഴപ്പമാവും. പെട്ടെന്ന് കൂടെ ചെല്ല്. അല്ല സാർ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനിപ്പോ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഏതവസ്ഥയിലായാലും ഇപ്പൊ ചെല്ലണം. വേഗം. ശരി സാർ. ജീവ, അവള് മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അല്ലേ? അതേ പറഞ്ഞു. കൂട്ടിന് ഞാനും വേണോ? വേണോന്നോ? തീർച്ചയായും വേണം. പിന്നെ പിന്നെ പല്ല് തേക്കാൻ വേണ്ടി ഇറങ്ങി. അണ്ടർവെയർ മാനം കാപ്പത് കണ്ടാ? ഇല്ലെന്നേ, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോണ്ട് വറി ജോത്സ്ന. ഗുഡ് നൈറ്റ്. അല്ലെ കുളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പുറത്തു പോയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. പുറത്ത് പോയാൽ ബഹളമാകും. ഞാൻ മനസ്സാറിനെ വിളിക്കും കേട്ടോ. അയ്യോ, മനസ്സാറ് പറഞ്ഞിട്ടോ? മനസ്സാറ് പറഞ്ഞിട്ടോ? അതായത് രഞ്ജു ചേച്ചി വന്നിട്ടുണ്ടെന്നും വേഗം അങ്ങോട്ട് ചെല്ലാനും മനസ്സാറ് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ അങ്ങോട്ടല്ലേ ചെല്ലണ്ടേ? അയ്യോ, അങ്ങോട്ടെന്ന് പറഞ്ഞാ അങ്ങോട്ടല്ല, ഈ ഇങ്ങോട്ട്. ഇങ്ങോട്ടോ? അതായത് രഞ്ജു ചേച്ചി വന്നിട്ടുണ്ടെന്നും വേഗം അഖിലയുടെ മുറിയിലേക്കും ചെല്ലാൻ മനസ്സാറ് പറഞ്ഞു. അവരിപ്പോ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരും. നമ്മളെ കാണാൻ അപ്പൊ ഞാൻ വേണ്ടേ? കിച്ചു, ടവൽ അഴിയാതെ സൂക്ഷിക്കണേ. അത് ഞാൻ നോക്കണം. യെസ്,
കമേൻ. അവരെത്തി മഹാഭാഗ്യം. അല്ല, അവർ രണ്ടുപേരും പുറത്തു പോയിരിക്കായിരുന്നു. ഈവനിങ് വാക്കിന് അവർ തിരിച്ചെത്തി. കിച്ചു, സാർ എന്തുപറ്റി? വെറുതെ കിടക്കുക. ഹായ് രഞ്ജു ചേച്ചി, സർപ്രൈസ്. ഇത് എപ്പ എത്തി? കുറച്ചു നേരമായി. മണി 8 ആയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഉറക്കമായോ? ഉറങ്ങേ, അത് കുറച്ച് കഴിയും. ഈ എ സിയുടെ തണുപ്പിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല സുഖമല്ലേ അല്ലേ ഡാർലിംഗ്? ശരി, എന്നാ ഞങ്ങൾ കട്ടുറുമ്പുകളാവുന്നില്ല. ദാ, എന്റെ വക ഒരു സമ്മാനം. എന്താ ചേച്ചി അത്? എഴുന്നേറ്റ് നോക്ക്. പിന്നല്ലാതെ അങ്ങനെ എഴുന്നേറ്റ് വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഇപ്പൊ. അതാ വന്നേ. ശ്ശോ, ഇപ്പൊ കേറി വരണം. ഒരു മിനിറ്റ്. കിച്ചു, പെട്ടെന്ന് എഴുന്നേറ്റോ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഒഫീഷ്യൽ. ഇപ്പോഴോ? ഇമ്മീഡിയറ്റ്. Stupid. എന്തൊക്കെയാ പറഞ്ഞത്? തണുപ്പത്ത് കെട്ടിപ്പിടിച്ചെടുക്ക സുഖാണത്രേ. വേറെ ഒന്നും കിട്ടിയില്ല പറയാൻ. അപ്പ വായി വന്ന് പറഞ്ഞു പോയി. മതി, അഭിനയം മതി. എന്റെ നിന്റെ റൂം പോ. നിന്നോട് എന്റെ നൈറ്റ് എടുത്തിടാൻ പറഞ്ഞേ. ഓ, അത് തന്നെ തന്നെ. ഇയാളല്ലേ പറഞ്ഞ എനിക്ക് നാണമില്ല ഡ്രസ് മാറാൻ. ഞാൻ മാറി, അത്ര തന്നെ. ഇനിയിപ്പോ വേണം ഊരി തരാം. എന്താ കാണിക്കേ? കഴിഞ്ഞ എന്താ കിച്ചു അത്? രഞ്ജു ചേച്ചിയുടെ ഗിഫ്റ്റാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. കിച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓഹോ, അങ്ങനെ ഒരു മോശം തനിക്കുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ റിമോട്ടിങ്ങിലോ എനിക്ക് ആ ഫിലിം കാണണം. എന്ന് എനിക്ക് ആ ഫിലിം ഓഹോ, കാണുന്നത്. അത്രയ്ക്കായോ? ഇത് എന്റെ റൂമാ. എനിക്ക് ഇഷ്ടമുള്ള ചാനൽ ഞാൻ കാണും. റിമോട്ട് റിമോട്ട് തരാൻ ഇവിടെ കളിക്കില്ല. റിമോട്ട് തരാം. ഓഹോ, സേഫ് ലോക്കറിൽ ഒളിപ്പിച്ച. സാരമില്ല, വഴിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. കിച്ചു പ്ലീസ്, ഐ ബെഗ് യു. നല്ലൊരു സിനിമയാ, ഞാനൊന്ന് കണ്ടോട്ടെ. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറ. എന്നാ കണ്ടോ മാതാമയുടെ ഒരു ഇംഗ്ലീഷ് പടം. സൗണ്ട് ഇല്ലല്ലോ. നാശം, ഒരു പൊട്ട ടിവി. അത് ടിവിയുടെ കുഴപ്പമൊന്നുമല്ല, ടെലികാസ്റ്റിംഗിന്റെ. അയ്യോ, എനിക്ക് ഡയലോഗ് കേൾക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡയലോഗ് കാണാതറിയാം. ഈ പടം ഞാൻ 10 പ്രാവശ്യം കണ്ടതാ. ഞാനും കണ്ടിട്ടുള്ളതാ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ ഹീറോയുടെ ഡയലോഗ് ഞാൻ പറയാം,